ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ എക്സ്ട്രീം പോൾ ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, അതേപോലെ KWA ഇലക്ട്രിക്കൽ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ കേസിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുള്ള. ഗ്രൗണ്ട് വാട്ടറിനൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് എക്സാം ഡേറ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കലണ്ടർ ഔട്ട് ആയിട്ടില്ല കേട്ടോ. കലണ്ടർ മിക്കവാറും നാളെ ഇപ്പം 4-ാം തീയതി ആയതുകൊണ്ട് ഔട്ട് ആവുന്നതിന്റെ കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ മൺഡേ 26-നായിരിക്കും ഔട്ട് ആവുന്നുണ്ടാവുക. എനിവേ, നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഡേറ്റിലോട്ട് പോവാം. അപ്പോ 2025 ഓഗസ്റ്റ് മാസം ഫസ്റ്റ് ഉള്ളത് ഓഗസ്റ്റ് 11-ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് കേട്ടോ. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KW കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ആണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. ഇലക്ട്രിക്കൽ KW ഓഗസ്റ്റ് 11-നാണ് എക്സാം ഡേറ്റ് ഉള്ളത്. പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓഗസ്റ്റ് 18-നാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 18-നാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ലക്ഷ്മി പോളിടെക്നിക് ഇലക്ട്രോണിക്സ് കേസിൽ ഓഗസ്റ്റ് 29-നാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏകദേശം 90+ ഡേയ്സ് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഏകദേശം ഒരു 80+ ഡേയ്സ് കിട്ടുന്നുണ്ടാവും. ഇവിടെ ഏകദേശം ഒരു 70+ ഡേയ്സ് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ. അപ്പോ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കാം. നാളെ ഇപ്പം മിക്കവാറും നമ്മളിപ്പോ കലണ്ടർ ഔട്ട് ആവുന്ന സമയത്ത് സിലബസും കൂടി ഔട്ട് ആവുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉള്ളതിന്റെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രീം പോളിന്റെ ആണെങ്കിൽ നമുക്കൊരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വരാം. നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. എനിവേ, നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. വൺസ് കലണ്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്ര അപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. എനിവേ, ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.